സായി മാറിയിരുന്ന് ആരോടാന്ന് എനിക്ക് ഓർമ്മയില്ല, അഭിഷേകിനോടാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടീമിലൊരു ഗ്രൂപ്പിലുണ്ട്, അതാണ് ഞങ്ങളുടെ ടീമിന്റെ പ്രശ്നം എന്ന് അവൻ പറഞ്ഞു. ഞാൻ സൈനെ ബ്ലോക്ക് ചെയ്തു. എനിക്കിനി സൈനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഹേറ്റഡ് അല്ലേ വരുന്നത്. ഫോൺ കോൾ കാണിക്കാത്തതിലൊരു ദുരൂഹത ഉണ്ട്. അതിപ്പോ ഇത്ര വിവാദമായിട്ടും അവർക്ക് വേണമെങ്കിൽ അവരുടെ ഏഷ്യാനെറ്റിന്റെ ചാനലിൽ എങ്ങനെ അവർക്ക് ആ ഒരു ഫോൺ കോൾ വേണമെങ്കിൽ അതിന്റെ വീഡിയോ റിലീസ് ചെയ്യാം. അത് ഇതുവരെ ചെയ്യാത്തതിലൊരു ഡൗട്ട് ഉണ്ട്. ഒരു ഗേ ആള് ഭയങ്കര എഫെമിനേറ്റ് ആയിരിക്കണം, ബോഡി ബിൽഡിങ് ചെയ്യാൻ അങ്ങനെ ആവുമ്പോ അവർക്ക് ഉള്ളിലൊരു ഇത് വരുമല്ലോ. ഒരു ബിഗ് ബോസ് എന്ന ഷോയില് മേ ബി അവർക്ക് ആവശ്യം കുറെ കണ്ടന്റും കുറെ അങ്ങനെ ആയിരിക്കും. ആ രീതിയിൽ ജാസ്മിൻ പൈസ കൊടുത്തു അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിലാണ് ഇവിടെ പലപ്പോഴും അഖിൽമാരാർ പറഞ്ഞ വിഷയങ്ങളിലോട്ട് നിന്ന് വരുന്നത്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാള് തന്നെ ഒരു ഹൗസിൽ പോകുമ്പോ അപ്പൊ ഒരു പെൺകുട്ടീനെ കണ്ട അപ്പൊ തന്നെ ഒരു ലവ് ആവുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ഗേ ആയിട്ടുള്ള ആൾ അതിനകത്ത് ചെല്ലുകയാണെങ്കിൽ വേറൊരു പുരുഷനെ കാണുമ്പോൾ അപ്പൊ തന്നെ ഭയങ്കര നമ്മൾക്ക് അട്രാക്റ്റഡ് ആവുക അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു നോർമലാണ്. ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ആക്ച്വലി എന്റെ അച്ഛനെ ബ്ലോക്ക്ഡ് ആയിരുന്നു, അമ്മേനെ ബ്ലോക്ക്ഡ് ആയിരുന്നു, ചേച്ചീനെ ബ്ലോക്ക്ഡ് ആയിരുന്നു. ഇപ്പൊ ഒരു ടീനേജ് എന്റെ ഒരു ഏജുള്ള ബോയ്സ് ഒക്കെ ഹായ് എന്ന് പറയാൻ ഒരു വന്ന് സംസാരിക്കാൻ അവർക്ക് അവരുടെ ഉള്ളിലൊരു ഇതുണ്ട്. ഇത് തെറ്റാണെങ്കിൽ ഇതൊരു മോശം കാര്യമാണെന്നുള്ളൊരു മെസ്സേജ് അല്ലെ ഞാനത് പറയാൻ മടിക്കുന്നു. അതേപോലെ ഒരാൾ ഭയങ്കര ഇതൊരു പ്രോബ്ലം അല്ല, ആക്ച്വലി ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കേസാണെന്ന് പറഞ്ഞൊരു ലൗഡായി പറയുമ്പം അത് നമ്മൾ നോർമലൈസ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സെറ്റിൽ നിന്ന് അഭിഷേക്. നമസ്കാരം. നമസ്കാരം. ആൻഡ് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ എത്തുന്ന കണ്ടസ്റ്റൻസിനെ അല്ലെ പല രീതിയിൽ പ്രതിനിധീകരിച്ചിട്ടുകൊണ്ടായിരിക്കും പലരും എത്തുന്നുണ്ടാവും അല്ലെ. അവരുടെ പ്രവർത്തന മേഖല കൊണ്ടാണെങ്കിലും ഐഡന്റിറ്റി കൊണ്ടാണെങ്കിലും അത്തരത്തിൽ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടുള്ള ഒരു ഷോ കൂടിയായിരുന്നു അല്ലെ അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പലപ്പോഴും പുറത്തിറങ്ങിയ ശേഷം സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ എത്തുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻട്രോ കൊടുക്കണം, അല്ലെങ്കിൽ അത് സംസാരിക്കുമ്പോൾ എപ്രകാരം ചെയ്യണം എന്നൊക്കെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും അത്തരത്തിൽ അഭിഷേകനുണ്ടായിരുന്നോ? ഇല്ല, എപ്രകാരം ചെയ്യണം എന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഇൻട്രോ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് എന്ന് പറയേണ്ടതെന്ന് എന്നോട് ആ ഒരു ടീം വന്നിട്ടായിരുന്നു പറഞ്ഞത്. ഇങ്ങനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ, ഇതിനു വേണ്ടി ശക്തമായ വോയിസ് റേസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള അങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. എവിടേക്കോ നമ്മൾ ഈ പറയുമ്പോഴും LGBTQ അല്ലെങ്കിൽ കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശ്യം അഭിഷേകിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഐഡന്റിറ്റി വെളിപ്പെടുത്തുക, ഇതാണ് ഈ ഒരു വ്യത്യാസം. ശരിക്കും അങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലേ? അതോ നിർദ്ദേശപ്രകാരമാണോ ശരിക്കും പറഞ്ഞത്? അല്ല, നമ്മൾ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷോയിലകത്ത് പോയിട്ട് ഞാൻ LGBTQനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെയിൻബോ ഫ്ലാഗ് വരച്ച് വെക്കാം, അത് നമുക്ക് പറ്റില്ല. ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അവിടെ എന്റെ റെപ്രസെന്റേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലർക്കും ചില ധാരണകൾ ഉണ്ടാവില്ലേ, ഒരു ഗേ എന്ന് പറയുമ്പോൾ ഭയങ്കര എഫെമിനേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ പെരുമാറണം, അങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പൊ അതൊക്കെ മാറ്റി എല്ലാവരും നോർമലാണ്. നമുക്കിപ്പം ഒരു സ്ട്രെയിറ്റ് പേഴ്സൺ ചെന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അതുപോലെ തന്നെ ഒരു വളരെ നോർമൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഈ BB ഷോയിലൂടെ വന്നപ്പോൾ മുതൽ ഇപ്പൊ സീസൺ 6 എത്തുകയാണ് അല്ലെ, ഓരോ സീസണിലും കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ LGBTQ എന്നുള്ളത് മലയാളികൾ കുറെ കൂടി ചർച്ച ചെയ്യാനും സംസാരിക്കാനും തുടങ്ങിയതിന് വലിയൊരു കാരണം ബിഗ് ബോസ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. ഈ മാറ്റത്തെ ശരിക്കും അഭിഷേകിന് എന്താ തോന്നുന്നത്? ഇത് കുറെ ഗുണമായിട്ടാണോ സംഭവിച്ചിട്ടുള്ളത്? ഗുണമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ വരുവാണ്, അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ശതമാനം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല എന്താണ് ട്രാൻസ്ജെൻഡർ. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കും ഇതെന്താണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ വരും അല്ലെ ഇതെന്താണെന്ന്. അപ്പൊ എന്തായാലും ഒരു നോളേജ് കൊടുക്കുകയാണ് ജനങ്ങൾക്ക് എന്ന് തന്നെയാണ് അതിന് ബിഗ് ബോസിന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഹോട്ട് സീറ്റിൽ ഓൾറെഡി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ ഞാൻ നിർബന്ധനാണ്. എന്തെങ്കിൽ പോലും ഇപ്പൊ അവിടെ എത്തുമ്പോൾ പലപ്പോഴും ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഇപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിലും സിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഇത് കുറെ അറിയുന്നത് ഈ റിവീൽ ചെയ്യുന്നതിന് ശേഷമായിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതെ, അല്ല, ബിഗ് ബോസിന് വന്നത് കൊണ്ടാണ് ഞാൻ ഫാമിലിയിൽ റിവീൽ ചെയ്തത്. ഒരു 2 weeks ബിഫോർ ഞാൻ മദറിനോടും സിസ്റ്ററിനോടും റിവീൽ ചെയ്തേ. പിന്നെ അച്ഛൻ അറിയണത് തന്നെ ഈ ഷോ വന്നുകൊണ്ടാണ്. അതിന് മുമ്പാണെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ. അതെ അതെ. ശരിക്കും അഭിഷേകൻ അറിയുന്ന ഓഡിയൻസിന് എന്നുള്ള രീതിയിലേക്ക് അറിയാം, അല്ലെങ്കിൽ കാര്യങ്ങൾ അത്രത്തോളം ഷെയർ ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ട് എന്നുള്ള ഫാമിലി അറിയാൻ ഈ ഒരു ഷോ വേണ്ടി വന്നു, അല്ലെങ്കിൽ അതുവരെ കാത്തിരിക്കേണ്ടി വന്നു? എന്താ അഭിഷേകൻ? ഞാൻ പേഴ്സണലി ഹൈഡ് ചെയ്തതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം എന്റെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ പൂനെ മുംബൈ അങ്ങനെ ആയിട്ട് സെറ്റിൽഡ്. അപ്പൊ എന്റെ ഒരു സർക്കിൾ മൊത്തം മുംബൈ ബേസ്ഡ് അല്ലെങ്കിൽ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാ. എന്റെ ഫോളോവേഴ്സ് എടുക്കുകയാണെങ്കിൽ
ആണെങ്കിൽ എല്ലാം ഹിന്ദിക്കാരാണ്, അങ്ങനെയാണ്. അപ്പം അവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെയല്ല ഫാമിലിയോട് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കണം ലൈക്ക് എന്തായിരിക്കും ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ്. ഇപ്പം ഫാമിലി നമ്മളെ തള്ളിക്കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു വലിയൊരു ലോസ് അല്ലേ, നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാൻ പറ്റാത്ത. അപ്പൊ ഞാൻ എപ്പോഴാണ് റൈറ്റ് ടൈം എന്നുള്ളതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ആക്ച്വലി എന്റെ അച്ഛനെ ബ്ലോക്ക്ഡ് ആയിരുന്നു, അമ്മേനെ ബ്ലോക്ക്ഡ് ആയിരുന്നു, ചേച്ചീനെ ബ്ലോക്ക്ഡ് പക്ഷെ ആയിരുന്നു. അപ്പോഴും ഇപ്പോ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പായിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് വരും അല്ലെ, അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തിട്ടായിരുന്നു വരിക. അത്തരത്തിൽ അഭിഷേകിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ് അല്ലെ, അവിടെ ഓൾറെഡി ഗേ ആണെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും അഭിഷേക് ഇവരുടെ അടുത്ത് പറയുമ്പോഴും റിവീൽ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഫാമിലിക്ക് അറിയാനുള്ള കുറേയേറെ സാധ്യതകൾ ഉണ്ടായിരുന്നില്ലേ ശരിക്കും? അല്ല, ഈ അമ്മയ്ക്കും ചേച്ചിക്കും ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആണ് ഞാൻ പറഞ്ഞത്, അതും ഡേ 1 മുന്നേ, ആ ഒരു ടൈം ഞാൻ 28 ഡേയ്സിൽ അങ്ങോട്ട് കയറുന്നത്, അതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വന്നത്. ഈ വന്ന് കഴിഞ്ഞ് ശരിക്കും പറയുന്നുണ്ട് എനിക്കത് ഫാമിലിയുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നുള്ളത്. ഫാമിലിയുടെ അടുത്ത് പോലും നമുക്ക് ഒപ്പം ഉള്ളവരുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ എവിടേക്കോ ഹൈഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര അധികം ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോയില് അത് റിവീൽ ചെയ്യാൻ തയ്യാറാവുന്നത്? എങ്ങനെയാണ് ഹൈഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് ഓൺലി ഫാമിലിയുടെ അടുത്തായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര, നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പറയുന്ന പോലെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ ഒരാൾ ഹൈഡ് ചെയ്ത് വെക്കുമ്പം അതിന്റെ ഒരു ഇതെന്ന് പറയുന്ന പല ആൾക്കാർക്കും ഇതൊരു തെറ്റാണ് അല്ലെങ്കിൽ ഇതൊരു മോശം കാര്യമാണെന്നുള്ള ഒരു മെസ്സേജ് അല്ലേ, അല്ലെ, ഞാനത് പറയാൻ മടിക്കുന്നു. അതേപോലെ ഒരാൾ ഭയങ്കര ഇതൊരു പ്രോബ്ലം അല്ല, ആക്ച്വലി ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കേസാണെന്ന് പറഞ്ഞൊരു ലൗഡായി പറയുമ്പം അത് നമ്മൾ നോർമലൈസ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ. പലപ്പോഴും ഇത്തരത്തില് കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ LGBT ഒക്കെ ആണെങ്കിലും ഇതിൽ അവരുടെ ഐഡന്റിറ്റി പറയുമ്പോൾ ഈ ഹൗസിനകത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അല്ലെ, ആ ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ വാക്ക് കണ്ട് നോട്ടോ ഒക്കെ കാണാത്ത രീതിയിലാണ് നമ്മൾ കൂടുതലും കാണുക അല്ലെ. ഇതൊരു സമൂഹം വീക്ഷിക്കുന്നുണ്ട്, ഇത്രയധികം പേര് പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എവിടേക്ക് അതുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവർ അനുകൂലിക്കുന്നു, ഇത് അല്ലാത്തൊരു വശമുണ്ട് എന്ന് അഭിഷേകിന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് തോന്നുന്നുണ്ട്. അതിനകത്ത് പലരും ഇപ്പൊ ഭയങ്കര സപ്പോർട്ടീവായി കാണിച്ചതായിക്കോട്ടെ. ഇപ്പം അഭിഷേക് ശ്രീകുമാറായിട്ട് ഒരു ഫൈറ്റ് വന്നപ്പോ തന്നെ LGBTQ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്ത പലരും ഇതൊരു ഷോ ആണ്, ക്യാമറ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് കുറെ പേര് ചെയ്തിട്ടുള്ളത്. അത് ഉറപ്പാണ്. കാരണം ബിക്കോസ് അതിലെ പലരും തന്നെ മാറി നിന്ന് വേറെ പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞാൻ കണ്ടു. എന്തായിരുന്നു അങ്ങനെ മാറ്റി നിർത്തിയിട്ട് അത്രയും തോളം വിഷമം തോന്നുന്നൊരു അനുഭവം എന്തായിരുന്നു? അത് സായിയുടെ ഒരു ഇതായിരുന്നു. സായി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ടീമിലായിരുന്നു സായി. അപ്പം ഞങ്ങള് എപ്പോഴും എന്ത് പറയുമ്പോഴായാലും ഞാൻ പറയും സായി എനിക്കൊരു ബ്രദർലി ഫീലിംഗ് ആണ്, എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ സായിനോട് ഫസ്റ്റ് പറയാറ്. സായി ഇങ്ങോട്ട് എന്നോട് വളരെ നല്ല രീതിയിലായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പുറത്ത് വന്നൊരു വീഡിയോയിൽ കണ്ടപ്പം സായി മാറിയിരുന്ന് ആരോടാന്ന് എനിക്ക് ഓർമ്മയില്ല, അഭിഷേകിനോടാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്റെ ടീമിൽ ഒരു ഞാൻ ആ വേർഡ് ഓപ്പൺ ആയി പറയാം, നിങ്ങൾ വേണമെങ്കിൽ ബീപ്പ് ചെയ്തോ, ഒരു ഗ്രൂപ്പിലുണ്ട്, അതാണ് ഞങ്ങളുടെ ടീമിന്റെ പ്രശ്നം എന്ന് അവൻ പറഞ്ഞു. അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് ആ ക്ലിപ്പ് കിട്ടിയത് ഒരു LGBTQ-നെതിരെയുള്ള ഒരു ഗ്രൂപ്പ് എന്നാണ്. അത് ലൈവ് എടുത്തിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അപ്പൊ ആ ക്ലിപ്പിൽ കാണുമ്പോ എന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് സായി പോയി മാറിയിരുന്ന് പറയുന്നതാണ്. അവിടെ ഈ 2 വേർഡും ക്ലിയർലി കേൾക്കാൻ പറ്റുന്നത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വരും ചെയ്തു, ലൈവിൽ പോയിട്ടുണ്ട്. പക്ഷെ പലരും അത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഒരു പേജ് അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയതാണ്. എപ്പിസോഡിൽ വന്നിട്ടില്ല, ലൈവിൽ പോയിട്ടുണ്ട് ഈ എപ്പിസോഡ്. പക്ഷെ എവിടേക്കോ അവിടെ അതിനകത്ത് അഭിഷേക് സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു എന്നെ ഭയങ്കര സപ്പോർട്ടീവ്, നീ ഇതിൽ ജയിക്കണം, എന്താണ് നീ എന്റെ ബ്രദറാണ്. ഞാൻ ഞാൻ സായിനോട് പലപ്പോഴും പല കാര്യങ്ങളിലും ഇപ്പൊ സായി ഒരു ഗെയിം വരുമ്പോൾ തന്നെ സായി നമ്മൾ പെർഫോം ചെയ്യണ്ട, നമുക്ക് അണ്ടർ പെർഫോം ചെയ്താലും സിബിൻ നമുക്ക് പോയിന്റ് തരും, നമുക്ക് ജയിക്കാന്ന് പറയുമ്പോൾ എനിക്ക് സായിനോട് അത് എതിർത്ത് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറയും വേണ്ട, സായി എന്റെ ബ്രദർ പോലെയാണ്, അതുകൊണ്ട് എനിക്ക് പറയാനില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്ക്ഡായി. മാറിയിരുന്ന് എന്തിനാണ് ഇങ്ങനെ ഡ്യുവൽ ഫേസ് ആയിട്ട് കളിക്കുന്നത്? ഇപ്പം അഭിഷേക് ശ്രീകുമാറിന് ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, അവൻ എന്നോട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എന്റെ ഫേസ് ടു ഫേസ് ആണ് അഭിഷേക് പറയുന്നത്. പക്ഷെ സായി ഭയങ്കര ഫേക്ക് ആയിട്ട് ഇങ്ങനെ ഇതൊരു സിറ്റുവേഷൻ. അത് കൂടാതെ വേറൊരു സിറ്റുവേഷനിൽ ജിൻഡോ ചേട്ടൻ എന്നെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആളെ ഉറക്കത്തിൽ എന്തോ സംതിങ് ഉള്ളൂ. അപ്പൊ ഞാൻ അത് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് സായിയുടെ അടുത്താണ്. കാരണം സായി ഞങ്ങളുടെ ഗ്രൂപ്പാണ്, എനിക്കൊരു ബ്രദറാണ്. അതുപോലെ ഞാൻ സായിനോട് പോയി പറഞ്ഞു. അപ്പൊ സായി എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണം, നമുക്ക് ഇത് ഓക്കെ ആക്കാം, നമ്മുടെ സേഫ്റ്റി അത് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞ് സായി അവിടെ ചോദിച്ചു കഴിഞ്ഞ് അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടപ്പം സായി മാറുന്നത് സിബിനോട് പറയുന്നുണ്ട്, ഇവൻ LGBTQ വന്നത് കൊണ്ട് പുറത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവൻ ഫേക്ക് ആയി ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണിത്, പുറത്ത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. ഇനി ഇവനാണോ പിടിച്ചത്, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ടോക്ക് കണ്ടു. അത് ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയി പോയി.
നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മാറുന്ന അടുത്തൊരു ഫേസ്, നമ്മുടെ അടുത്തൊരു ക്യാരക്ടർ, അതെ അത് അതെ കഴിഞ്ഞിട്ട് അതെ മറ്റടുത്ത ഉള്ളിലുള്ള എന്താണെന്നുള്ളത് അപ്പം കാണിക്കുന്ന മനസ്സിലായി മറ്റു വശങ്ങളിലാണെന്നുള്ളത്. ഉം. ഈ പലപ്പോഴും മുമ്പ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ അഭിഷേകായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ബന്ധപ്പെട്ട് അല്ലെ ഒരു ചർച്ച ഉണ്ടാവുന്നതും അന്ന് മുമ്പ് ഓക്കെ വിഷയം ഓക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് തോന്നുന്നു അഭിഷേകിന് എങ്ങനെയാണ് ഇത്രയും ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് മുഖത്ത് നോക്കിയാലും അല്ലാതെ പറയപ്പെടുന്നത്? അത് ഈ കമ്മ്യൂണിറ്റിനെ പ്രതികരിക്കുന്നതുകൊണ്ടാണോ, അതൊരു വ്യക്തി എന്ന നിലയിലാണോ? അഭിഷേകിനെ പറ്റി ഏതാണ് ഇപ്പൊ എന്തുകൊണ്ട് കുറിയൻ തോന്നുന്നു? മല്ലുവിന്റെ ഇഷ്യൂ ആണോ ഉദ്ദേശിക്കുന്നത്? അതാണെങ്കിലും ഇതിപ്പോ ഇത്തരത്തിൽ ഇപ്പൊ സായി പറഞ്ഞുള്ള വിഷയമാണെങ്കിൽ പോലും. സായിയുടെ ഇഷ്യൂ എന്താന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് എനിക്ക് സായിനോട് മേ ബി നേരിട്ട് സംസാരിച്ചാൽ മനസ്സിലാവുള്ളൂ. പക്ഷെ എനിക്ക് സംസാരിക്കണം എന്നില്ല. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയോട് എനിക്കിനി ഫ്യൂച്ചറിലായാലും ഫ്രണ്ട്ഷിപ്പ് വെക്കാനോ ഒന്നിനും ഒരു താല്പര്യം. ഞാൻ ഇത് കണ്ട നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്തത് ഇൻസ്റ്റയിൽ ഞാൻ സായിനെ ബ്ലോക്ക് ചെയ്തു. എനിക്കിനി സായിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഹേറ്റഡ് അല്ലേ വരുന്നത്. അപ്പൊ എനിക്കിനി ഒരു എക്സ്പ്ലനേഷൻ വേണ്ട, എന്താന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. എവിടേക്കോ കണ്ടിട്ട് ആൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്, അല്ലൊരു പക്ഷേ ഇങ്ങനൊരു സംഭവം അഭിഷേക് കണ്ടു എന്നുള്ളത് സായിക്കും അറിയണ്ടാവില്ല അല്ലെ? ഇല്ല കൃത്യമായിട്ട് രണ്ടുപേരും പുറത്തുണ്ട്. ഇപ്പൊ ഇതൊരു സംസാരിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ അത്രയും ബ്രദർ ആണെന്നുള്ള ഒരു ആ രീതിയിലേക്കാണ് കണ്ടതും സംസാരിച്ചതും, പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഗെയിമിന് അപ്പുറത്തേക്ക് അല്ലെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ അങ്ങനെ സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത് ചോദിക്കാൻ തോന്നിയിട്ടില്ല, സംസാരിക്കാൻ തോന്നിയിട്ടില്ല ഇപ്പോ? ക്ലിയർ ചെയ്യണമെന്ന് എനിക്കില്ല ആക്ച്വലി. കാരണം ആ ഒരു ടൈമിൽ ഞാൻ എത്രത്തോളം ഹേർട്ടായെന്ന്, ഭയങ്കര ഹേർട്ടായി ഞാൻ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വേറെ ആരിപ്പോ പറഞ്ഞാലും, ഇപ്പൊ വേറൊരു കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, സിബിൻ പറഞ്ഞോട്ടെ, എന്നാൽ എനിക്ക് എക്സ്പെക്ടഡ് ആണ് ഇവരുടെ ക്യാരക്ടർ നമ്മുടെ മുന്നിലും അങ്ങനെയാണ് പിന്നിലും അങ്ങനെയാണ്. പക്ഷെ ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയി. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ട, ലെറ്റ് ഇറ്റ് ബി, അത്രേ ഉള്ളൂ. ഇത്തരത്തിൽ കുറേയേറെ ഇപ്പൊ അഭിഷേക് പറയുന്ന വാക്കുകളിൽ വ്യക്തമാണ് അവിടെ കണ്ട് കളിച്ച രീതിയിൽ കുറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അതല്ലാത്ത രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ? ശരിക്കും അങ്ങനെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന കാര്യം ഇപ്പൊ പേഴ്സണൽ ഒരു കാര്യം കൂടിയാണ്. അതല്ലാതെ അവിടെയുള്ള ഗെയിം പാറ്റേണിലാണെങ്കിലും ടാസ്കിലാണെങ്കിലും കണ്ടസ്റ്റൻസിന്റെ രീതിയിലാണെങ്കിലും ഏതാ കുറെ കൂടി സംഭവിക്കാത്ത കാര്യങ്ങളാണ് പുറത്തേക്ക് കണ്ടതെന്ന് തോന്നിയത്? സംഭവിക്കാത്ത പുറത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ സംഭവിച്ച പലതും പുറത്തോട്ട് വന്നിട്ടില്ല. എസ്പെഷ്യലി ഇപ്പം അഭിഷേക് ശ്രീകുമാറിന്റെ ഫൈറ്റിലാണെങ്കിൽ തന്നെ ഞാൻ അതിന് കൊടുത്തൊരു റിപ്ലൈ അവര് കാണിച്ചിട്ടില്ല. അവന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് കട്ട് ചെയ്ത് പിന്നെ ഞാൻ വിഷമിച്ചിരിക്കണ ഒരു ഇതാണ് വന്നത്. അപ്പൊ ഇപ്പൊ കമ്മ്യൂണിറ്റി, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കമ്മ്യൂണിറ്റി കേരളത്തിൽ ആരുമായിട്ട് ഞാൻ കണക്റ്റഡ് അല്ല. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് പോകുന്നതിനേക്കാളും മുമ്പായിട്ട് കൃത്യമായിട്ട് LGBT റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒക്കെ പറയില്ല ഇപ്പൊ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് അവിടെ ചെയ്യണം. ഇപ്പൊ മുൻപാണെങ്കിലും മുൻ സീസണിലാണെങ്കിൽ പോലും അല്ലെ അങ്ങനെ കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ആരെങ്കിലും സമീപിച്ചിരുന്നു, അല്ലെങ്കിൽ ആരോടൊക്കെ സംസാരിച്ചിരുന്നു? കാരണം എനിക്ക് ആരെയും കോണ്ടാക്ട് ഇല്ല. ഞാൻ ഒരു 4 years ആയിട്ട് ജീവിക്കുന്നത് പൂനെയിലാണ്. അപ്പൊ എനിക്ക് ഇവിടത്തെ കമ്മ്യൂണിറ്റിയിലായിട്ട് ആരും ഒരു ബന്ധമില്ല. ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതും ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് വരുന്നത്. ഒരു കമ്മ്യൂണിറ്റി റെക്കമെൻഡേഷനോ അങ്ങനെയൊന്നും അല്ല ഞാൻ വരുന്നത്. അതും ഞാൻ ഇവിടെ എന്താണ് ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വരുന്നല്ല. എനിക്ക് എന്റെ കരിയർ ഉണ്ട്, ഞാനൊരു മോഡലാണ്, ഞാനൊരു മിസ്റ്റർ ഗേ ടൈറ്റിൽ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വരുന്നു എന്നുള്ളൂ. അല്ലാണ്ട് ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ല ഒരിക്കലും. ഞാൻ ഈ ഒരു ഗേ ആണെന്ന് പറഞ്ഞ എല്ലാവരും അതിന് കമ്മ്യൂണിറ്റിയെ ആക്ടിവിസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ഇല്ലല്ലോ. ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പോയി എന്നെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. എനിക്ക് ആരെയും അറിയില്ല. ഇപ്പൊ പുറത്ത് വന്നപ്പോഴാണ് കുറച്ചും കൂടി ഇപ്പൊ നാദിര കോണ്ടാക്ട് ചെയ്തു. എന്നാലും നന്നായി കളിച്ചു. അല്ലാണ്ട് അതിനപ്പുറം ഒരു കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിലില്ല. ഈ കമ്മിറ്റി പ്രതികരിക്കുമ്പോഴും ഇപ്പൊ നാദിര കേട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ വന്നിടത്തോളം പ്രേക്ഷക പിന്തുണ കിട്ടിയ, സപ്പോർട്ട് കിട്ടിയ ഒരാൾ കൂടിയാണ് നാദിര അല്ലെ? മുൻ സീസണുകളിലും ഇതുപോലെ പല മത്സരാർത്ഥികളും വന്നിട്ടുണ്ട്. എവിടേക്ക് അവനവന്റെ ഐഡന്റിറ്റി, അവന്റെ ഇഷ്ടങ്ങൾ, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോഴും ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകൊണ്ടുകൊണ്ട് ഇങ്ങനെയായിരിക്കണം നിങ്ങൾ, ഒരു മുൻവിധിയോട് കൂടിയിട്ട് പ്രേക്ഷകർ കാണുന്ന പോലെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അഭിഷേകിനെ? ഒബ്വിയസ്ലി തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്തോ ഭാഗ്യവശാൽ ഞാൻ പുറത്ത് വന്നപ്പം എനിക്ക് കമന്റ്സും എല്ലാം ഇപ്പം ഒരു അങ്ങനെ ഇല്ല. പക്ഷെ ഞാൻ കയറിയ സമയത്തെ കമന്റ്സ് നോക്കുമ്പോഴും കൂടുതൽ ഹേറ്റഡ് എന്താ പറയുന്നത് വെച്ചാൽ, ഇവര് എക്സ്പെക്ട് ചെയ്യുന്ന, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അതെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബെഗ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനെ ബെഗിങ് ആണ് അവരുടെ ഇത് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മുൻനിരയിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഹേറ്റഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഗേ ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ ആ ഒരു ടൈമിൽ ബോഡി ബിൽഡിങ്ങോ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഗേ ആള് ഭയങ്കര എഫെമിനേറ്റ് ആയിരിക്കണം, ബോഡി ബിൽഡിങ് ചെയ്യാൻ, അങ്ങനെ ആവുമ്പോ അവർക്ക് ഉള്ളിലൊരു ഇത് വരുമല്ലോ. അത് റിയൽ ആയിട്ട് ഉള്ളൊരു എന്താ പറയാ, ഒരു റിയൽ മാൻ ഒരിക്കലും വേറൊരു സെക്ഷുവാലിറ്റി ഉള്ള ആളുടെ അടുത്ത് ഒരു ദേഷ്യം ഒരു വരേണ്ട കാര്യമില്ല. ബിക്കോസ് ഇഫ് യു ആർ കോൺഫിഡന്റ് ഇൻ യുവർ സെൽഫ്, നമുക്ക് ബാക്കിയുള്ള ഒരാളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഇവര് ഇങ്ങനെ ഒരു ഗേ ആവുമ്പോൾ നമ്മളെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു 1% ചിന്ത വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. മാറ്റങ്ങൾ വരുന്നത് ഇപ്പൊ കൃത്യമായിട്ട് ഇതിൽ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ വരുന്നത് അല്ലെ, ഈ റെപ്രസെന്റേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഈ പ്രതികരിക്കുമ്പോഴും
ഇ- ഇത്തരത്തില് ഈ ഒരു സെപ്പറേഷൻ ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത് കണ്ടസ്റ്റൻസിനെ കാണിക്കുമ്പോൾ കൊടുക്കേണ്ടതുണ്ടോ? അതായത് അവിടെ വരുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ പോലെ തന്നെ ഒരുമിച്ച് ഈ ആള് ആണ്, ഐ മീൻ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എന്താണ് പ്രൊഫൈൽ, അങ്ങനെ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇതുകൊണ്ട് കൃത്യമായിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിനുണ്ട്. എന്ത് ശരിക്കും ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ഒബ്വിയസ്ലി ദോഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ലാലേട്ടൻ എന്നെ വിളിക്കുവാണ്, എന്റെ ഡെസിഗ്നേഷൻ പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ പൂനെയിൽ നിന്ന് വരുന്ന അഭിഷേക്, എന്റെ പ്രൊഫഷൻ എന്താണ്, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ആക്ച്വലി ആ പ്രൊമോയിൽ അത് പറയുന്നത് ഞാൻ തന്നെയാണ്. അതെ. അപ്പം എനിക്കത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, അവർ പറഞ്ഞ ഇതുപോലെ പറയണം, അത് ഞാൻ അഗ്രി ചെയ്ത് ഞാൻ പറയുന്നതാണ്. അത് ഒരു കണക്കിന് ആ ഒരു ടൈമിൽ ഒരു നെഗറ്റീവ് ആയിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഹേറ്റഡ് ഉള്ളത് കൊണ്ട് തന്നെ. ഇപ്പൊ ഇത്രയും ഇപ്പൊ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോ അവിടെ വരുമ്പോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കൂടുതൽ നോക്കി കണ്ടിട്ടുണ്ടാവുക ആരുമായിട്ടും ആയിരിക്കും ഇങ്ങനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എത്രത്തേലും ഇപ്പൊ ജാസ്മിൻ ഗബ്രി ഒരു പറഞ്ഞു ഇപ്പൊ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ റിയൽ ആയിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. അർജുൻ ശ്രീതു പറഞ്ഞു അല്ലെ. ശരിക്കും ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ തന്നെ പ്രേക്ഷകർ എവിടേക്കോ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ആരുമായിട്ട് എന്നുള്ളത് ഗെയിം പ്ലാന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും അത്തരത്തിലെ അട്രാക്ട് ചെയ്യുമോ എന്നുള്ളത് ശരിക്കും അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അർജുനായിട്ടാണ് കൂടുതൽ എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും ഈ കമന്റ് ബോക്സിൽ കണ്ടിട്ടുള്ളത്. എന്താണ് ശരിക്കും അതിന്റെ റിയാലിറ്റി? അല്ല, നമ്മളൊരു ഷോയില് കയറി ചെല്ലുമ്പോഴേക്കും അതിനകത്തൊരു പ്രണയമാവുന്നുള്ള അതിന്റെ കൺസെപ്റ്റ് എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാള് തന്നെ ഒരു ഹൗസിൽ പോകുമ്പോ അപ്പൊ ഒരു പെൺകുട്ടീനെ കണ്ട അപ്പൊ തന്നെ ഒരു ലവ് ആവുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ഗേ ആയിട്ടുള്ള ആൾ അതിനകത്ത് ചെല്ലുകയാണെങ്കിൽ വേറൊരു പുരുഷനെ കാണുമ്പോൾ അപ്പൊ തന്നെ ഭയങ്കര നമ്മൾക്ക് അട്രാക്റ്റഡ് ആവുക, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു നോർമലാണ്. പിന്നെ ആൾക്കാർ ഭയങ്കര എല്ലാത്തിലും ഇത്ര ഇങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ലവ് കോംബോ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്തി നിൽക്കുകയല്ലേ. ഇപ്പൊ കൃത്യമായിട്ട് ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പോ അമ്മ രീതിയിലേക്ക് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തു, അച്ഛന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ബ്ലോക്ക് ചെയ്തു എന്ന് വരെ പറഞ്ഞു അല്ലെ, സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്തു കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മള് പലപ്പോഴും ഈ ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്യുന്നതോ അവരെ കസിൻസിന് ഫാമിലിനെ ഒഴിവാക്കുന്നത് നമ്മൾ എവിടെയൊക്കെ പോകുന്ന എങ്ങനെ പോകുന്നത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലൊരു ഐഡന്റിറ്റി വരെ റിവീൽ ചെയ്യാൻ മടിച്ച് ചെയ്ത ഒരാളാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഇവരൊക്കെ അത് ഉൾക്കൊണ്ട് അല്ലെ ആ സ്വീകരിക്കുന്ന വലിയ വാർത്തകളും ചർച്ചകളായതാണ്. ബിഗ് ബോസ് എന്ന ഹൗസിലേക്ക് എത്തുമ്പോൾ പല മത്സരാർത്ഥികൾക്കും പല രീതിയിലുള്ള എയിം ഉണ്ടായിരിക്കും. ഒരു പക്ഷെ കപ്പായിരിക്കാം, പ്രൈസ് മണി ആയിരിക്കാം, അതേപോലെ വീടിന്റെ കേസ് പറഞ്ഞു അല്ലെ. അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം അവനവൻ തയ്ച്ച ഒരു ജീവിതത്തില് അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യത്തോടെ ഇതായിരുന്നു എന്റെ വേണ്ടിയിരുന്നത്, ഇതായിരുന്നു എന്റെ വിജയം എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? ഒബ്വിയസ്ലി തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒരു കമ്മിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ സംഭവിക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് എനിക്കൊരു നാഷണൽ ടെലിവിഷനിൽ ചെയ്യാൻ പറ്റി, അത് കഴിഞ്ഞ് എല്ലാം പോസിറ്റീവായി വരുന്നു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആ ഷോയിൽ എനിക്ക് വേറെ ഇപ്പം ഒരു 50 lakhs കിട്ടിയാലും മേ ബി ഇത്ര ഹാപ്പി ആയിരുന്നുണ്ടാവില്ല. അപ്പൊ ഒബ്വിയസ്ലി എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ എവിടെ ഒരു പോയിന്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്റെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അത് വേഴ്സ്റ്റ് കേസിൽ പോയ എന്താവുന്നുള്ളൊരു ഡൗട്ട് കാരണമാണ് ചെയ്യാതിരുന്നത്. കാരണം എന്റെ ഇപ്പൊ അച്ഛനായാലും അമ്മയായാലും എഡ്യൂക്കേറ്റഡ് ആണ്. അവരിപ്പം കാണുന്ന മൂവീസ് ആയാലും എന്താ ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ കാതൽ പോലുള്ള മൂവീസ് വരുന്നുണ്ട്, കുറെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൂവീസ് വരുന്നുണ്ടല്ലേ. അപ്പൊ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, അത് അതുപോലെ നടന്നു. ഇപ്പൊ ഇത്രയൊക്കെ ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും അല്ലെ, അതിനേക്കാൾ അപ്പുറത്തേക്ക് പലരും പല ലക്ഷ്യത്തിൽ വരുമ്പോഴും ബിഗ് ബോസ് ഹൗസിന് എത്തുമ്പോൾ എവിടേക്കോ ഫിനാലി ഇപ്പൊ പലരും പറയണ്ട് കുറച്ച് ദിവസം നിന്നാൽ മതി, ഇത്ര ദിവസം ഭാഗ്യം. എൻട്രിയിൽ പറയുമെങ്കിൽ അല്ലെന്നെ കണ്ടതേ ഭാഗ്യം, ഇങ്ങനെ ചാൻസ് കിട്ടിയത് ഭാഗ്യം. പക്ഷെ അവനകത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടേക്കോ ലക്ഷ്യങ്ങൾ മാറാറുണ്ട്. സ്വാഭാവികമായിട്ട് ലക്ഷ്യം ഫിനാലെ ആവും, പ്രൈസ് മണി ആവും അല്ലെ, ഇതൊക്കെ ഇതിലേക്ക് മാറാറുണ്ട്. അഭിഷേക് തന്നെ പറയുന്നുണ്ട് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരെ ഫാമിലി, ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഉൾക്കൊള്ളാന്നുള്ളത്. എവിടെയെങ്കിലും ഒക്കെ അതിന്റെ അകത്ത് അഭിഷേകിന്റെ തന്നെ ലക്ഷ്യം മാറി ഇതിലോട്ട് ഫോക്കസ് ആയി പോയായിരുന്നു? അല്ല, ആക്ച്വലി എന്റെ ഫാമിലിനെ അക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല ലക്ഷ്യം. എനിക്ക് ഒബ്വിയസ്ലി നമ്മളൊരു ഗെയിമിൽ നമ്മൾ അതിലോട്ട് പോകുമ്പോൾ അതിൽ വിൻ ചെയ്യണം എന്ന് എല്ലാവർക്കും ഒരു ലക്ഷ്യം പോലെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതിൽ കയറിയപ്പോൾ എനിക്ക് 100 days നിൽക്കണം എന്നുണ്ട്, എനിക്ക് കുറെ ടാസ്ക് പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഈ ആൾമാറാട്ടം ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് അയ്യോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യായിരുന്നല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് എനിക്ക് ഒബ്വിയസ്ലി ഉണ്ട്. അത് നടന്നില്ല. അത് ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് പുറത്ത് ചർച്ചകൾ വരുന്നത് അല്ലെ, ഈ PR എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അതനുസരിച്ച് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്ന 2 സ്ട്രോങ് കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നതാണ് ജിൻഡോ, ജാസ്മിൻ എന്നുള്ളത് അല്ലെ. പക്ഷെ എവിടേക്ക് അവിടെ ഗെയിം രീതിയിൽ അഭിഷേകനായിട്ടെന്നുള്ള രീതിയിൽ കളിക്കുന്ന സമയത്ത് ഈ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ എവിടേക്കോ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ പ്രകടമായിരുന്നോ അഭിഷേകിന് ഏതെങ്കിലും തരത്തിൽ? എനിക്ക് ഗെയിം പാറ്റേണിലാണെന്നുണ്ടെങ്കിൽ പോലും എനിക്കെതിരെ
ഇല്ല ഇല്ല. ഈ ജിൻറ്റോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എന്റെ നല്ല അവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും നല്ല ഒരു കമ്പനി അവരുടെ അടുത്തായിരുന്നു. ഇപ്പം ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഒരു എലക്ഷൻ പോലെ വോട്ട് ചെയ്യുന്നതിൽ. അതിൽ ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്യാണ്ട് എനിക്ക് വോട്ട് ചെയ്ത ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത്ര ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആയിട്ട്. ജിൻഡോ ചേട്ടൻ ആണെങ്കിലും എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ജിൻഡോ ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു. എങ്ങനെയാണ് പലപ്പോഴും എവിക്ഷൻ പ്രക്രിയയിൽ അവിടെ ഉണ്ടാവേണ്ടവർ പുറത്തു പോകുന്നു എന്ന് പറയുന്നത്? ഇപ്പൊ ജനങ്ങൾ അവിടെ കണ്ടോണ്ടിരിക്കുന്നത്, അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വോട്ടിംഗ് ഉണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ അൺഫെയർ ആണെന്നുള്ളത് തുടരെ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ പ്രേക്ഷകർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് കറക്റ്റ് അറിയില്ല. കാരണം വോട്ടിംഗിന്റെ ബേസിസിൽ തന്നെയാണ് പുറത്താക്കുന്നത്. മേ ബി ആദ്യമായിട്ടുണ്ടായിരുന്നപ്പോ ഒരു പവർ റൂം കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനകത്ത് കുറെ പേര് സേഫ് ആയിരുന്നു, അങ്ങനെ ആയിരിക്കും. പിന്നെ ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ എവിക്ഷൻ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എപ്പോഴെങ്കിലും എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റീ എൻട്രി എക്സ്പെക്ട് ചെയ്തിരുന്നോ? റീ എൻട്രി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഇല്ല. എനിക്ക് എന്റെ സെൽഫ് റിയലൈസേഷനിൽ ഞാൻ ടാസ്ക് ഞാൻ ചെയ്തതെല്ലാം ഞാൻ കറക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ടാസ്കിലും ഒരു അണ്ടർ പെർഫോമിങ്ങോ, ഞാൻ ഒരു തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷൻ എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അല്ലാത്ത ലൂസ് ടോക്സ് ടൈമിൽ ഭയങ്കര തല്ലൂട്ട് ഉണ്ടാക്കുക, മേ ബി ഫേക്ക് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി കണ്ടന്റ് ഞാൻ ചെയ്തിട്ടില്ല. അത് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ട്. അപ്പൊ ഒരു ബിഗ് ബോസ് എന്ന ഷോയിൽ മേ ബി അവർക്ക് ആവശ്യം കുറെ കണ്ടന്റും കുറെ അങ്ങനെ ആയിരിക്കും, ആ രീതിയിൽ ഉണ്ട്. ഇപ്പോഴും ഈ തുടങ്ങിയ മുതൽ തൊട്ടിട്ട് കുറെ കേൾക്കുന്ന കാര്യമാണ് സ്ക്രിപ്റ്റ് ആണെന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് എഡിറ്റഡ് ആണെന്നും പറയുന്നു. ഈ അഭിഷേക് അവിടെ എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ആരാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഗെയിം പ്ലാൻ ചെയ്യേണ്ടത്, ഇപ്പൊ അഭിഷേക് ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. അത്തരത്തിൽ ഈ ക്രൂവിന്റെ ഭാഗത്തുനിന്ന് ഇല്ല നിർദ്ദേശം വന്നിരുന്നോ? ഇല്ല, ഒരു നിർദ്ദേശവും എനിക്ക് ആരും ടാർഗറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ഈവൺ അവരൊരു എന്താ പറയാ ഇൻഡയറക്റ്റ് വേല് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ അതിനകത്ത് പോയി നല്ല ഫയർ ആയിരിക്കണം, ആ ഒരു വേർഡ് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ഈ സീസണിൽ എത്രത്തോളം ഈ ആരോപണങ്ങൾ പിന്നീട് അല്ലെങ്കിൽ തുടരെ ഇത് ഉയരാനുള്ള ഒരു കാരണം എന്തുകൊണ്ടായിരിക്കും? പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഏതാരോപണമാണ്? പ്രത്യേകിച്ച് സിബിൻ പറഞ്ഞൊരു വിഷയമുണ്ട്, അതിനകത്ത് നിന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരാൾക്ക് കപ്പ് പദ്ധതിയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്നുള്ളത്. ശരിക്കും അതിനകത്ത് നിന്നൊരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സിബിൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയാം. അങ്ങനെ ഒരു ഫേവറേറ്റിസം അങ്ങനെ ഒരാളോട് കാണിക്കാൻ എന്തായിരിക്കും അതിന്റെ ബാക്കിൽ? എന്താ ജാസ്മിൻ പൈസ കൊടുത്തു അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിലാണ് ഇവിടെ പലപ്പോഴും അഖിൽമാരാർ പറഞ്ഞ വിഷയങ്ങളിലോട്ട് നിന്ന് വരുന്നത്. ഇപ്പൊ കാസ്റ്റിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ പണവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും വരാറുണ്ട്. ശരിക്കും മെഡിസിൻ വിഷയത്തിൽ തുടങ്ങി എത്തി നിൽക്കുന്നത് വേറെ ഒന്നിലേക്കാണ് അല്ലെ? അത്തരത്തിലെ ഈ സ്വയം താല്പര്യങ്ങള് അങ്ങനെ ശരിക്കും ഈ ഫേവറിസം കാണിക്കുന്നുണ്ടോ കണ്ടസ്റ്റൻസിനോട്? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ കാണിക്കാനാണെങ്കിൽ ഇല്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ മെഡിസിന്റെ ഇഷ്യൂ ആണെങ്കിൽ തന്നെ മെഡിസിൻ നമ്മൾ കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഡിസിഷൻ അല്ലേ. ഇപ്പൊ ഒരു ഡോക്ടർ എന്ത് മരുന്ന് കിട്ടിയാലും അത് മേടിച്ച് കഴിക്കാന്നല്ലല്ലോ, നമ്മളത് എന്താണെന്ന് നോക്കിയിട്ടല്ലേ. അപ്പം അതിലും ഞാൻ അഗ്രി ചെയ്യുന്നില്ല. ഇല്ല. ഈ പലപ്പോഴും ഒരു ക്ലാസ് റൂമിൽ തന്നെ ഒരേ പേര് രണ്ടുപേർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഗുണമായിട്ട് ദോഷമായിട്ട് മാറുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ. പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു പക്ഷെ ഒരേ സമയം ഒരേ പേരുള്ളവര് അല്ലെ നിന്ന് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെ, ഇപ്പൊ ബിഗ് ബോസ് കാണാത്ത പ്രേക്ഷകർ എന്ന രീതിയിലേക്ക് ഈ പേര് അനാവരണം ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതൊരു മാറിപ്പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലേക്കുള്ള പ്രേക്ഷക പിന്തുണ വരുന്നതും, അല്ലെങ്കിൽ ഏതെങ്കിലും കമന്റ് ബോക്സിൽ വരുമ്പോൾ ഈ അഭിഷേക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ആളിൽ നിന്ന് മാറി ആ ഒരു ടൈമില് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അഭിന്നും അയാൾ അഭിഷേക് എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് എന്റെ കമന്റ്സിലൊക്കെ അഭി എന്ന് തന്നെ എല്ലാവരും ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അഭിഷേക് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്താണെങ്കിലും അനൗൺസ് ചെയ്യുമ്പോൾ അഭി എനിക്ക് അങ്ങനെ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് കറക്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഈ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാനുള്ള അവസരങ്ങളുണ്ട്. പല രീതിയിലേക്കും അത്തരത്തിലെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് വരെയൊക്കെ പറയുന്നു. അങ്ങനെ ട്രോളുകൾ കണ്ടിരുന്നോ? സിബിന്റെ വീഡിയോസ് അല്ലേ? അത് ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ ജാസ്മിനെ പോലുള്ളവർക്ക് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഫോൺ കോൾ വിവാദമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്തുകൊണ്ട് അത് കാണിച്ചില്ല എന്നുള്ളത്. ഫോൺ കോളിന്റെ കേസിൽ എനിക്ക് ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട്. അത് കാണിക്കാഞ്ഞത് എന്തുകൊണ്ടാന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ബാക്കിയൊന്നും ഇപ്പൊ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടോന്ന് സിബിൻ എങ്ങനെയാ അറിയുന്നത്? കാരണം കൺഫെഷൻ റൂമിൽ എന്താ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആരോപണം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവിടെ അത്തരത്തില് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു വിഷയമില്ല, ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഫോൺ കോൾ ശരിക്കും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കേണ്ടതല്ലേ? ഫോൺ കോൾ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യണത്. അതിപ്പം മുന്നേ ഉള്ള ഇതിലൊരു സീസൺ 3 ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നു, ആളുടെ ഒരു ഫാദർ മരിച്ചു അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോ ഫോൺ കോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, സോറി. അപ്പം ആ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പൊ ഈ ഒരു ഫോൺ കോൾ കാണിക്കാത്തതിലൊരു
ദുരൂഹത ഉണ്ട്. അതിപ്പോ ഇത്ര വിവാദമായിട്ടും അവർക്ക് വേണമെങ്കിൽ അവരുടെ ഏഷ്യാനെറ്റിന്റെ ചാനലിൽ എങ്ങാനും അവർക്ക് ആ ഒരു ഫോൺ കോൾ വേണമെങ്കിൽ അതിന്റെ വീഡിയോ റിലീസ് ചെയ്യാം. അത് ഇതുവരെ ചെയ്യാത്തതിൽ ഒരു ഡൗട്ട് ഉണ്ട്. പോകുന്നതിന് മുമ്പ് അഭിഷേകിനെ അറിഞ്ഞ പോലെയല്ല തിരിച്ചു വരുമ്പോ അല്ലെ കാണുന്ന അഭിഷേകം പ്രതികരണത്തിൽ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? ഇത്രയൊക്കെ സൊസൈറ്റി കുറെ മാറി എന്ന് പറയുമ്പോഴും ചിന്താഗതികൾ മാറി എന്ന് പറയുമ്പോഴും അഭിഷേകിനെ അതുവരെ കണ്ട, അല്ലെങ്കിൽ തൃശ്ശൂരിലാണെങ്കിൽ പോലും കണ്ട, ഒരുപക്ഷെ നാട്ടിലാണ് ഇപ്പൊ തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത് അഭിഷേക്, ഈ കണ്ട വ്യക്തികളിലും നമ്മുടെ പരിചയക്കാരിലും എന്ത് മനോഭാവത്തിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടായതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ഒരുപാട്. ഞാൻ ആക്ച്വലി സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് മേ ബി ഞാൻ ഇത്ര വലിയൊരു കാര്യം റിവീൽ ചെയ്യാണ്. ഇത്ര വലിയൊരു കാര്യം ഇൻ ദ സെൻസ് നമ്മുടെ നാട്ടില്. അപ്പം ആ ഒരു കാര്യം റിവീൽ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ എന്നെ സർപ്രൈസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാര് അല്ലെങ്കിൽ ഫാമിലീസ് ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പുറത്ത് കാണുകയാണെങ്കിൽ കുട്ടികൾ, അമ്മമാർ, ആ ഒരു റേഞ്ചിലുള്ളതാണ്. ഇപ്പൊ ഒരു ടീനേജ്, എൻ്റെ ഒരു ഏജുള്ള ബോയ്സ് ഒക്കെ ഹായ് എന്ന് പറയാൻ നല്ലൊരു വന്ന് സംസാരിക്കാൻ അവർക്ക് അവരുടെ ഉള്ളിലൊരു ഇതുണ്ട്. പക്ഷെ ഫാമിലീസ് ഒക്കെ നല്ലോണം അക്സെപ്റ്റ് ചെയ്യുന്നു. മേ ബി അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. സോ ആ കാര്യത്തിൽ അല്ലെ ബിഗ് ബോസിൽ നിന്നുള്ള രീതിയിലേക്ക് എവിക്റ്റ് ആകുമ്പോഴും ഒരുപാട് അഭിമാനത്തോടെയും ഒരുപാട് അതിലേക്കാളേറെ ഒരു ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ അവനോട് തന്നെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് ഫൈറ്റ് ചെയ്ത് എത്തിയ ഒരു പോയിന്റിൽ എത്തിയതിന്റെ വലിയ സന്തോഷവും സംതൃപ്തിയും ഉണ്ട് അല്ലെ അഭിഷേകിനെ. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഈ യാത്ര തുടരട്ടെ. എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. OUL The Kenna Show. മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ പുതിയതായിട്ട് ഒരു ഷോയും കൂടെ നമ്മൾ തുടങ്ങുകയാണ്, ദ കെന്ന ഷോ. നിങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി കെന്ന ഷോ. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ.